സർ, കേരളത്തിന് കേന്ദ്രം ഒന്നും കൊടുക്കുന്നില്ല എന്ന സ്ഥിരം നിലവിളിയാണ് നമുക്കറിയാം സംസ്ഥാന സർക്കാർ. ഈ വിഷയം പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ പോയി. സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? കാരണം പുതുതായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. എടുത്ത് മാറ്റിവെക്കുകയൊക്കെ ചെയ്തു. നമുക്കറിയാം അത് കേസൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ ദുരിതാശ്വാസ അല്ല, ദുരന്തങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ആ, ദുരന്തത്തിനുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്യില്ല. ദുരന്തങ്ങൾ നടന്നു കഴിയുമ്പോൾ ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് ഒരു ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും. അത് CPM-ന്റെ സ്ഥിരം രീതി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു, വയനാട് ദുരന്തത്തിൽ അങ്ങോട്ട് കൃത്യമായ കണക്ക് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് പൈസ കിട്ടൂ എന്നുള്ളത്. ഈ യൂത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തുടുത്തു ഹൈക്കോടതി. പൊതുവിൽ ഈ കേന്ദ്രം കേരളത്തിന് ഫണ്ട് കൊടുക്കുന്നതിൽ വലിയ രീതിയിൽ വിവേചനം കാണിക്കുന്നു എന്നുള്ള കേരളത്തിന്റെ പരാതി, അങ്ങനത്തെ ചിറ്റമ്മ നയം കേന്ദ്രത്തിനുണ്ടോ? സാറിന് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു ആക്ഷേപത്തിന് ഒരടിസ്ഥാനവും ഇല്ല. കാരണം സ്വാതന്ത്ര്യം കിട്ടി, 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും മുഗളന്മാര് ഭരണം പിടിച്ചെടുത്തു കോൺഗ്രസ് എന്നുള്ള പേരിൽ. അപ്പൊ അവരുടെ ഒരു സാമന്ത രാജ്യമായിട്ടാണ് സ്റ്റേറ്റുകളെ കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ തോന്നിയാസമായിരുന്നു. നെഹ്റു ഖാൻ, ഇന്ദിരാ ഖാൻ, മൈമുന ബീഗം, രാജീവ് ഖാൻ, അത് കഴിഞ്ഞ് പപ്പു ഖാൻ, പിങ്കി ഖാൻ, സോണിയ ഖാൻ, മൻമോഹൻ ഖാൻ, ഇവരൊക്കെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പം, ഈ മുഗൾ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പം സ്റ്റേറ്റുകളെ സാമന്ത രാജാക്കന്മാരായിട്ട് വളരെ അവജ്ഞയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ തോന്നിയാസമായിരുന്നു. യാതൊരു രീതിയിലും നീതിയോ ഒന്നുമില്ലായിരുന്നു. BJP വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകുകയും എല്ലാ സ്റ്റേറ്റിനെയും തുല്യമായിട്ട് സബ്കെ സാത്ത് സബ്കെ വികാസ്, എല്ലാവർക്കും തുല്യമായിട്ട് അത് റെയിൽവേ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും പോർട്ട് ആണെങ്കിലും കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും AIMS ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു തുല്യത കൊണ്ടുവന്നു. അത് ഈ 10 വർഷം കൊണ്ട് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ കേരളം മാത്രം അതിൽ നിന്ന് മാറി നിന്നു. അതില് BJP ഇവിടെ ഭരിച്ചിട്ടില്ല. LDF-ഉം UDF-ഉം ഇത് കേരളമാണെന്നും പറഞ്ഞ് ഇന്ത്യയുടെ ഭാഗമല്ല, ISIS ആസാദ് കേരളമാണെന്ന് JNU-വിൽ കുഞ്ഞുപിള്ളേരെ കൊണ്ട് മുദ്രാവാക്യമൊക്കെ വിളിപ്പിച്ച് ഇന്ത്യയുടെ പൊതുബോധത്തിൽ നിന്നും പൊതുവായിട്ടുള്ളതിൽ നിന്നും മാറി നിന്നത് കേരളം മാത്രമാണ്. അതാണ് ഇവിടെ വരുന്ന ഫ്രിക്ഷന് കാരണം. ഞങ്ങൾ കണക്ക് കൊടുക്കില്ല, കാഗസ് നഹീം ദിഖായേഗെ, മറ്റേ CA-NRC സമരത്ത് വിളിച്ച അതേ മുദ്രാവാക്യം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഒക്കെ ഇപ്പം കാഗസ് നഹീം ദിഖായേഗെ, ഓഡിറ്റ് നഹി ലഗേഗ, ഓഡിറ്റ് പറ്റത്തില്ല, CAG ഓഡിറ്റ് പറ്റത്തില്ല, ഞങ്ങൾ കണക്ക് കൊടുക്കില്ല, ചോദിക്കുന്ന പൈസ കൊടുക്കണം, ഗുണ്ടാ പിരിവ് നടത്തണം. അതായത് കീലേരി അച്ചുവിന്റെ റോളിലാണ് കേരള മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും കേന്ദ്രത്തിന്റെ അടുത്ത് പോയി ഒരു കൊച്ചു പിച്ചാത്തിയൊക്കെ ഇങ്ങനെ വീശി എടുക്കടാ പൈസ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് നടക്കുകയില്ല എന്ന് കേന്ദ്രവും പറഞ്ഞു. അതുകൊണ്ട് കീലേരി അച്ചു ആയിട്ട് അല്ല കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെന്റും ബിഹേവ് ചെയ്യേണ്ടത്. കോടതി അത് കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതേ ദുരന്തം മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ കണക്ക് കൊടുത്തു. ഇവിടെ കേരളത്തിലത്തെ പ്രശ്നം, ഈ കേന്ദ്രം കൊടുക്കുന്ന ദുരിതാശ്വാസവും മറ്റു ഫണ്ടും എല്ലാം മദ്രസക്കാർക്ക് സാലറി കൊടുക്കാനും ജിഹാദിക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനും ഒരു മതക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് കണക്ക് കൊടുക്കാൻ പറ്റാത്തത്. കണക്ക് കൊടുത്താൽ കേന്ദ്രം കൊടുത്ത പൈസ മുഴുവൻ ഒരു മതക്കാർക്കാണ് പോയിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് കണക്ക് എത്രയാണേലും കൊടുക്കുക. അക്കൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ കണക്കുണ്ടെങ്കിൽ ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുത്തു, ഇന്ന കാര്യങ്ങൾ കൊടുത്തു എന്നുള്ളത് ഗവൺമെന്റിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഈ പൈസ ഒന്നുകിൽ പാർട്ടി വിഴുങ്ങി അല്ലെങ്കിൽ ജിഹാദിക്ക് കൊടുത്തു. ഈ രണ്ട് ഉത്തരവേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈയിടെ കർണാടകത്തിലും ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 15,000 കോടി രൂപ SC/ST ഫണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെടുത്ത് ഫ്രീ ബി കൊടുക്കാനായിട്ട് ഉപയോഗിച്ചു. കുറെ എണ്ണം അടുത്ത സ്റ്റേറ്റിലെ തെലങ്കാനയിലെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഉപയോഗിച്ചു. അതിപ്പോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം കൊടുത്ത ഫണ്ട്, SC/ST OBC വിഭാഗങ്ങൾക്ക് കൊടുത്ത ഫണ്ട് ദുരുപയോഗം ചെയ്തു, വക മാറ്റി ചെലവാക്കി. അപ്പൊ ഈ ഫണ്ടിന് എല്ലാത്തിനും ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അനുസരിച്ച് വേണം അത് ചെലവാക്കാൻ. അങ്ങനെയാണ് അത് അലോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ നിയമം അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ തന്നെ ഇന്ത്യ അലയൻസിലുള്ള ഒരു ഗവൺമെന്റ് ആണ് സ്റ്റാലിൻ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ. അവര് കൃത്യമായിട്ട് കണക്ക് കൊടുത്ത് അവർക്ക് കിട്ടാനുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിലൊരു ഉദാഹരണം പറഞ്ഞാല്, കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ പാർലമെന്റിൽ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് ശശി തരൂര് തുടങ്ങിയുള്ള ആൾക്കാരെല്ലാം പല ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കേന്ദ്ര ഗവൺമെന്റിനെതിരെ. അതിന്റെ മന്ത്രി കൃത്യമായിട്ട് ഈ വിശ്വകോഴിയോട് മറുപടി പറഞ്ഞു, കേരളം സ്ഥലമെടുത്ത് തന്നിട്ടില്ല, ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടില്ല, ഫണ്ട് വേസ്റ്റ് ആക്കുകയാണ്. ഇപ്പൊ ഇവര് കേന്ദ്രം ഒരു സ്പെസിഫിക് പർപ്പസിന്, രാജ്യത്തിന്റെ വികസനത്തിന്, ഹിന്ദുസ്ഥാന്റെ വികസനത്തിന് നടത്തുന്ന ഇത്ര പോർട്ട് വേണം, ഇത്ര റെയിൽവേ ലൈൻ വേണം, അതിന് നടത്തുന്ന ആ ഫണ്ട് ഉപയോഗിക്കുന്നതിന് ഒരു മാർഗ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഇവർ അറിയത്തില്ല. ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവര് ചില വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ചിലരെ പ്രീണിപ്പിക്കാൻ ഈ ഫണ്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. LDF-ഉം UDF-ഉം കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും. അത് BJP കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ജനങ്ങളിൽ അത് എത്തിച്ചേരണം. ഫണ്ട് എന്താണേലും ജനങ്ങളിൽ എത്തിച്ചേരണം. രാഷ്ട്രീയക്കാർക്കോ ഇടനിലക്കാർക്കോ ജിഹാദികൾക്കോ ഇടയ്ക്ക് കയറി അത് തട്ടിയെടുക്കാൻ പറ്റത്തില്ല.
അതാണ് ഇവർ വാശി പിടിക്കുന്നതിന്റെ ഒരു കാര്യം. ഇപ്പൊ ഒരു കാര്യം ഓർക്കുക, 2013 അതായത് റബ്ബറിന്റെ വില ഇടിഞ്ഞു കഴിഞ്ഞപ്പം കേരളത്തിന് ധനസഹായം നൽകണമെന്നും പറഞ്ഞ് UDF മൊത്തം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയെ പോയി കണ്ടു. അപ്പോൾ റബ്ബറിന് സബ്സിഡി അനുവദിക്കണം, റബ്ബർ കർഷകർക്ക് കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അപ്പൊ അവർക്ക് അതിന് തടയാനുള്ള നടപടി വേണമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ചിദംബരം ഫിനാൻസ് മിനിസ്റ്ററാണ്, അയാളെ പോയി കണ്ടു, അയാളെല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു. ചിദംബരത്തിന് ഉമ്മൻചാണ്ടി, മാണി, ജോസഫ് തുടങ്ങിയ മുഴുവൻ നേതാക്കന്മാര് പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ചിദംബരം വളരെ വൃത്തികെട്ട വർത്തമാനമാണ് ഇവരോട് മറുപടി പറഞ്ഞത്. ചിലർ പറയുന്നത് ചിദംബരം മുണ്ടുപൊക്കി കാണിച്ചു എന്നാണ്. എന്തായാലും ഇവരെല്ലാം കരഞ്ഞുകൊണ്ട്, ഉമ്മൻചാണ്ടി, മാണി, ജോസഫ് എല്ലാം കരഞ്ഞുകൊണ്ട് തിരിച്ച് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോഴേ ജനരോഷമായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു, കേരള ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് ഒരു 500 കോടി എടുത്ത് റബ്ബർ കർഷകർക്ക് നാമമാത്രമായിട്ടുള്ള സഹായം കൊടുക്കാമെന്നും പറഞ്ഞ് ഇവർ മുഖം രക്ഷിച്ചു. പക്ഷേ കേന്ദ്രം ഫണ്ട് തന്നില്ല എന്നുള്ള കാര്യം, കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഫണ്ട് തന്നില്ല എന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല. ഇതാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഭരിക്കുന്നതാണ് UPA. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഭരിക്കുന്ന UPAയുടെ ഭരണകാലത്ത് കർഷകരോടുള്ള സമീപനം ഇതായിരുന്നു. ഇപ്പൊ ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർക്ക് ഇവിടെ കേന്ദ്രം ഫണ്ട് കൊടുക്കത്തില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഫണ്ട് എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഒൺലി തിങ്, നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഫണ്ടിന്റെ കണക്ക് കാണിക്കുക, എന്നിട്ട് അടുത്ത ഫണ്ട് വാങ്ങിക്കുക. അത്രയും സിമ്പിൾ ആയിട്ട് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ ഭരിക്കുന്നതാണ്. ഇപ്പൊ DMK ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ആം ആദ്മി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്ക് 2 ഗവൺമെന്റ് ഉണ്ട്, അവർക്ക് കംപ്ലൈന്റ് ഇല്ല. ഇവരെക്കാട്ടിലും വലിയ കമ്മികൾ ആം ആദ്മി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്ര കമ്മ്യൂണിസ്റ്റുകളാണ്. അവിടെ ഫണ്ട് കിട്ടുന്നുണ്ട്. JMM ഭരിക്കുന്നിടത്ത് ഫണ്ട് കിട്ടുന്നുണ്ട്. വലിയ ജിഹാദി ഭരിക്കുന്ന ബംഗാളില് ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഫണ്ട് കൊടുക്കുന്നതോ കൊടുക്കാത്തതോ അല്ല പ്രശ്നം. കേരളത്തിലെ LDF-ഉം UDF-ഉം പരമ കള്ളന്മാരാണെന്നുള്ളതാണ് പ്രശ്നം. LDF ഭരിച്ചാലും UDF ഭരിച്ചാലും കണക്കില്ല, തോന്നിയാസമാണ്. ഇതാണ് പ്രശ്നം. ഇത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പിങ്കി ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന്. പിങ്കിയും ഇത് തലയും വാലും ഇല്ലാത്ത പിങ്കിയും പോയി ഈ LDF പറയുന്ന കള്ളത്തരം പാർലമെന്റിൽ പറയുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഫണ്ട് കൊടുക്കുന്നില്ലാത്തതല്ല, കൊടുക്കുന്ന ഫണ്ടിന് കണക്ക് കൊടുക്കാത്തതാണ് പ്രശ്നം. അത് കേരളത്തിന്റെ BJP നേതാവായ പ്രസിഡന്റ്, ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻജി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നിലും കണക്ക് കൊടുക്കുന്നില്ല, കേരളം കണക്ക് കൊടുക്കുന്നില്ല. കേന്ദ്രം കേരളത്തെ മാക്സിമം സഹായിക്കുന്നുണ്ട്. പക്ഷെ ആ സഹായം ഇല്ലാണ്ടാക്കാനുള്ള പരിശ്രമമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കേരളത്തിലെ ഇന്ത്യ അലയൻസ്, അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ജിഹാദിയോ പ്രസ്റ്റിറ്റ്യൂട്ടോ ആരും ആയിക്കോട്ടെ. ഇപ്പൊ കേരളത്തിലെ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ, മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, റിപ്പോർട്ടൻ, 24, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും വൈകുന്നേരം അന്തിച്ചർച്ച നടത്തുന്നതോ കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് ആണോ? അല്ല. കേന്ദ്രം എല്ലാ പദ്ധതികൾക്കും കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നുണ്ട്. കേന്ദ്ര ഫണ്ട് ഇല്ലെങ്കിൽ കേരളത്തിന് നിലനിൽപ്പ് പോലും ഇല്ല. കേന്ദ്രം അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുത്ത ഫണ്ടിന് ഈ 8 വർഷമായിട്ട് ഈ പിണറായി ഗവൺമെന്റ് കണക്ക് കൊടുത്തിട്ടില്ല. എന്ത് ചോദിച്ചാലും അതിനെന്തേലും ഒബ്ജക്ഷൻ പറഞ്ഞ് അത് ഒരു വിവരാവകാശം വെച്ചാൽ പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. പണ്ട് വിവരാവകാശം വെച്ചാലും മനുഷ്യന് ഇപ്പൊ വിവരാവകാശത്തിന് പോലും ശരിയായ മറുപടിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ നുണപ്രചാരണം നിർത്തിയിട്ട് കണക്ക് കൊടുത്ത് ആദ്യം മേടിച്ച പൈസ ന്യായമായിട്ട് ചെലവാക്കുകയും ആ ചെലവാക്കുന്നതിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും കൊടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. കാരണം അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കേരളം കൊടുത്താൽ മോഷ്ടിച്ചോന്മാർ പിടിക്കപ്പെടും. ഈ പല ഫണ്ടും ഈ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്നതൊക്കെ, ഇപ്പൊ ഇതിനു മുമ്പ് പ്രളയത്തിന്റെ ഫണ്ട് കൊടുത്തു. അതിൽ പ്രളയത്തിൽ ബാധിക്കപ്പെട്ടവർക്കല്ല ഫണ്ട് പോയിരിക്കുന്നത്, സഹാത്തിമാരുടെ ഒക്കെ അക്കൗണ്ടിലോട്ടാണ് ഈ ഫണ്ട് പോയിരിക്കുന്നത്. പ്രളയത്തിൽ മുങ്ങിപ്പോയവർക്കും മരിച്ചവർക്കും ഒന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല, വീട് പോയവർക്കും ഒന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല. കിട്ടിയത് ആർക്കാണ്? ലോക്കൽ സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിക്കും വാർഡ് സെക്രട്ടറിക്കും കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിമാർക്കും അവരുടെ സഹാത്തിമാർക്കുമാണ് പോയത്. ഈ ആനുകൂല്യങ്ങൾ വന്നിട്ടുള്ള മെറ്റീരിയലും സഹാത്തികൾ അടിച്ചോണ്ട് പോയി. അപ്പൊ സഹാത്തികളെ ദേഹനിക്കാനല്ല കേന്ദ്ര ഫണ്ട്. അതുകൊണ്ട് ആ പരിപാടി നിർത്തിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ സ്വജനപക്ഷപാതം നിർത്തിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഭരിക്കണമെന്നുള്ള ഒരു ബോധ്യം അവർക്കില്ല. അതാണ് ഈ കേന്ദ്രവുമായിട്ടുള്ള തർക്കത്തിന്റെ കാരണം. അപ്പൊ അത് തുറന്നു കാണിക്കപ്പെടണം. കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കോടതി അക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു. ആദ്യം അക്കൗണ്ട് കൊടുക്കട്ടെ, അത് ഓഡിറ്റർ പരിശോധിച്ച് ഈ കൊണ്ടിരുന്ന ഇവര് ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും ഇവന്മാർ ഒറിജിനൽ കൊടുക്കത്തില്ല, ഇനി കള്ളബില്ലേ കൊടുക്കത്തുള്ളൂ. ഈ കേരളം കൊടുക്കാൻ പോകുന്ന കണക്ക് അതീവ കള്ളക്കണക്കായിരിക്കും. അതൊന്നുകൂടെ കേന്ദ്രം പരിശോധിക്കേണ്ടി വരും. കാരണം ഇതെല്ലാം ആരുടെയെങ്കിലും പേരിൽ വ്യാജ ബില്ലിൽ കൂടെ തട്ടിച്ചിട്ടേ ഉണ്ടാകത്തുള്ളൂ. യഥാർത്ഥ അർഹരായിട്ടുള്ളവർക്ക് ഇത് കിട്ടിക്കാണത്തില്ല. നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിന്റെ എല്ലാ
പരിപാടികളിലും കംപ്ലീറ്റ് പാർട്ടി തട്ടിപ്പാണ്. അതായത് നേതാക്കന്മാരുടെ പെമ്പർനോതിമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ജോലി കൊടുക്കുക, കാമുകിമാർക്കൊക്കെ ജോലി കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ഫണ്ടിന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കേന്ദ്രം പിടിക്കട്ടെ, അതിലൊരു അന്വേഷണം ഇഡിയോ അല്ലെ ആരെങ്കിലും വന്ന് ഇതേപ്പറ്റി അന്വേഷിച്ചിട്ട് ഈ ഫണ്ട് വെട്ടിച്ചവരെ പിടിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു സർ. താങ്ക് യു.